മൈ ചാനൽ ടൈം ഫോർ ക്രിയേറ്റിവിറ്റി. ഞാൻ അഭിരാമി നായർ. ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു സ്റ്റാർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ ഇന്ന് നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇടുന്നാലോ? അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ഇനി അതിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ ചാർട്ട് പേപ്പേഴ്സ് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ 3 എണ്ണം പിങ്കും 2 എണ്ണം ഇതുപോലത്തെ ബ്ലൂ ഷെയ്ഡുമാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28x28 സെന്റിമീറ്റർ ആണ്. പിന്നെ നമുക്ക് സിസേഴ്സ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഗ്ലൂ ആവശ്യമുണ്ട്. ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ത്രെഡ് ആവശ്യമുണ്ട്. ഇത് നമ്മൾ സാധാരണ നൂലിനെക്കാട്ടെ കുറച്ചുകൂടി കട്ടിയുള്ളതാണ്. പിന്നെ നമുക്ക് സ്കെയിൽ ആവശ്യമുണ്ട്, മെഷർ ചെയ്യാനാണ്. പിന്നെ നമുക്കൊരു സേഫ്റ്റി പിൻ ആവശ്യമുണ്ട്, അതായത് അതിനകത്ത് ഹോൾസ് ഉണ്ടാക്കാനാണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് പെൻസിൽ ആവശ്യമുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ സ്റ്റാർ നമ്മൾ തൂക്കിയിടുമ്പോൾ അതിനായിട്ട് ഉള്ളതാണ്. നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഈ പേപ്പർ ട്രയാങ്കിൾ ആയിട്ടൊന്ന് മടക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഈ സെൻറ്റർ ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, ഫോൾഡിങ്ങിൻ്റെ ലൈൻ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത സൈഡ് ഫോൾഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഇച്ചിരി കയറ്റി ഫോൾഡ് ചെയ്യണം നമുക്ക്, കാരണം അത് അവിടെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്യുക. നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സെൻറ്ററിൽ താഴത്ത് ട്രയാങ്കുലർ ആയിട്ടൊരു ഭാഗം ഉണ്ടാവില്ല, അവിടെ ഇങ്ങനെ ഇതുപോലെ ലൈൻ കണ്ടോ, ഒരു ഫോൾഡ്. അപ്പം എന്നിട്ട് അതാണ് നമ്മുടെ സെൻറ്റർ പോയിന്റ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ 4 സെൻറ്റിമീറ്റർ, അതായത് 4 സെൻറ്റിമീറ്റർ നമ്മൾ കയറ്റി ഒന്ന് മുകളിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വീഡിയോയിൽ കാണുന്നത് പോലെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പം ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇത് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ട് സ്കെയില് നമ്മൾ 1 സെന്റിമീറ്റർ വീഡിയോയിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ചെറിയൊരു ട്രയാങ്കിൾ പോലെ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതൊക്കെ ഉണ്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതുപോലെ എല്ലാം 5 ഷീറ്റും ചെയ്തെടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇതല്ലോ ഈ പേപ്പറിന്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം മുകളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ഭാഗം, അതായത് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ. ഇപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ തുമ്പ് നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഇച്ചിരി അധികമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ പേപ്പേഴ്സും ചെയ്തെടുക്കണം. ഇനി നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു സ്റ്റാർ എടുക്കുക, ഒരു പീസ് എടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ വേറൊരു പീസും കൂടി എടുക്കുക. ഇനി നമ്മൾ ഈ ഒരു പീസിൽ ജസ്റ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യാം. ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം. എല്ലായിടത്തേക്ക് ഒന്ന് സ്പ്രെഡ് ആവാനാണ്. ഇതാക്കണ്ടോ, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എല്ലായിടത്തേക്കും ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പീസ് എടുത്തതിന് ശേഷം ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത സൈഡ് ഈ ഒരു പീസിലേക്ക് വച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ അതുപോലെ തന്നെ നെക്സ്റ്റ് പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം നമ്മൾ ഈ നേരത്തെ ഒട്ടിച്ച് വെച്ച ഈ ഒരു ഷീറ്റ് ഇതുപോലെ ഒന്ന് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഒട്ടിച്ച് കൊടുത്തത് പോലെ തന്നെ ഇതും ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് വച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിതേ മൂന്നാമത്തെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ നമുക്ക് എല്ലാ പീസുകളും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ 4 പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ ഒരു സ്റ്റാറിനെ പോലെ ഉണ്ട്. ഇനി നമ്മൾ ഇപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ്, ഇതിലേക്കാണ് നമ്മൾ ഒട്ടിച്ച് പോയത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏറ്റവും ലാസ്റ്റ് പീസ് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 5 പീസുകളും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വിടർത്തി നോക്കാം. ഇതുപോലെ വിടർത്തി നോക്കുമ്പോൾ ശരിക്കും ഒരു സ്റ്റാർ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വള്ളിയൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അതായത് നമുക്ക് തൂക്കിയിടാൻ പാകത്തിനാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ 2 പീസ് സ്ക്വയർ പീസിലുള്ള ഒന്ന് പിങ്കും ഒന്ന് ബ്ലൂ എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരറ്റം പിങ്കും ഒരറ്റം ബ്ലൂവും ആണ്. അപ്പോൾ ബ്ലൂ ഇതിന് പിങ്ക് ഇതിന് അങ്ങനെ ഒട്ടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കണേ ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതുപോലെ പിങ്ക് പേപ്പറിൽ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പിങ്ക് പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെയായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇവിടെയായിട്ട് ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഹോൾ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഈ സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് ഹോൾസ് ഒന്നും ഉണ്ടാക്കിയെടുക്കാം, അതായത് നമുക്ക് ഇത് കെട്ടാൻ പാകത്തിനാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഇവിടെ നമ്മളൊരു പേപ്പർ ഒട്ടിച്ചുവല്ലോ, അപ്പോൾ അതിന് കൂടെ നമ്മൾ ജസ്റ്റ് ഒരു തുള ഇങ്ങനെ നമുക്ക് ജസ്റ്റ് സേഫ്റ്റി പിൻ ഇതിൽ കൂടെ ഒന്ന് കുത്തി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ഹോള് കിട്ടും. ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹോള് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമോ എനിക്കറിയില്ല, ചെറിയൊരു ഹോളാണ്. ഇനി ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് വലുതാക്കി കൊടുക്കാം. കറക്റ്റ് പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഹോൾ ഇടുന്ന പോലെ തന്നെ ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഹോള് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഈ സൈഡിലും ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 സൈഡിലും ഹോൾസ് കിട്ടി. പിന്നെ ഇത് ലൈറ്റൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നവർ ഇവിടെയൊക്കെ ഓരോ പാറ്റേൺ വരച്ചിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി ഇതുപോലെ ഒരു സ്റ്റിക്കിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ത്രെഡില്ലേ, ആ ത്രെഡൊന്നും ഇതുപോലെ ഒരു ചെറിയൊരു സ്റ്റിക്കിനകത്ത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത് അനുസരിച്ച് എടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സ്റ്റാറിലേക്ക് അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിൽ കൂടെ ഈ നൂല് ജസ്റ്റ് ഒന്ന് കിടത്തി കൊടുക്കാം. നമ്മൾ ആ സ്റ്റിക്ക് അവിടെ വെച്ചത് കൊണ്ട് അതവിടെ ഇരുന്നോളും. സ്റ്റിക്കിനും പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നൂലിൻ്റെ അപ്പുറത്ത് അവസാനം ഒരു കെട്ടിട്ട് കൊടുത്താലും മതി. അപ്പോൾ അതവിടെ ഇരുന്നോളൂ. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡിലും നൂല് കയറ്റി കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2 സൈഡിലും നൂല് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് നിവർത്തി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഇതൊന്ന് നിവർത്തിയതിന് ശേഷം ഈ 2 സൈഡിലെ നൂല് ഇങ്ങനെയൊന്ന് വലിക്കുക. അപ്പോൾ നമ്മളിതാ ഇതുപോലെ വലിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ആ തുമ്പത്ത് നമ്മൾ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഒരു കെട്ടിട്ട് കൊടുത്താൽ അത് അവിടെ ഇരുന്നോളും. നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ എൻ്റെ പേപ്പർ സ്റ്റാർ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അത് ആദ്യത്തെ ഓപ്ഷനായ ഓളെന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. പിന്നെ ഈ വീഡിയോയോട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ ബൈ.